മകൾ അല്ലെങ്കിൽ മകൻ ആരായി തീരണമെന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാണോ? സത്യം പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ എനിക്ക് ഡോക്ടർ ആകണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറുപ്പത്തിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ സ്കൂളിൽ ക്ലാസ്സിൽ നമ്മളോട് ചോദിക്കും ആരാവാനാണ് താല്പര്യമെന്ന്. ഒരു 90 കിഡ് ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് എല്ലാവരും പറയാ ഒന്നെങ്കിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം എന്നായിരിക്കും. എനിക്കും ഡോക്ടർ ആകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. എങ്ങനെയാണ് സത്യത്തിൽ എന്നിൽ അങ്ങനെ ഒരു ആഗ്രഹം മുട്ടിട്ടത് എന്ന് എനിക്കറിയില്ല. എൻ്റെ പാരൻസ് ഒന്നും ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡ് അങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് തന്നെ ചെയ്യുന്ന ആളുകളല്ല. ഒരു ഡോക്ടറായി തീരണം എന്നുള്ള ആ ആഗ്രഹം എൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ തീവ്രമായി ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് ഞാൻ എന്താകണമെന്നാണ് ആഗ്രഹമെന്ന്. സത്യം പറഞ്ഞാൽ അപ്പോഴെൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അച്ഛൻ എന്തായാലും ഡോക്ടർ ആകണമെന്നേ പറയുള്ളൂ എന്നാണ്. അതായത് ഞാൻ അച്ഛൻ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അച്ഛൻ്റെ മറുപടി കളക്ടർ എന്നായിരുന്നു. സത്യം പറഞ്ഞാൽ കളക്ടർ എന്നാൽ എന്താണ് എന്ന് എനിക്ക് അന്ന് അറിയുമായിരുന്നില്ല. അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ. അങ്ങനെയുള്ളൊരു തിങ്കിങ് ആണ് എൻ്റെ ഉള്ളിലേക്ക് ആ സമയത്തേക്ക് വന്നത്. എന്തായാലും ഞാൻ അച്ഛൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ പോകാനായിട്ട് അന്ന് തയ്യാറായില്ല. എന്തുകൊണ്ടൊക്കെയോ എനിക്ക് ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ഞാൻ അതിനു വേണ്ടിയാണ് പഠിച്ചത്. ഒരു MBBS എടുക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ സത്യത്തിലുള്ള ആഗ്രഹം. എങ്കിൽ പോലും എനിക്ക് ആ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. ഞാൻ ആയതൊരു ഡെന്റിസ്റ്റാണ്. ടു ബി ഫ്രാങ്ക്, അച്ഛൻ്റെ ആ ആഗ്രഹം സാക്ഷാത്കരിച്ചു കൊടുക്കാത്തതിൽ എനിക്ക് വല്ല റിഗ്രറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി നോ എന്നായിരിക്കും എൻ്റെ മറുപടി. കാരണം വളർന്നു വലുതായപ്പോൾ ഒരു 18-19 വയസ്സായപ്പോഴേക്കും എനിക്ക് പൂർണ്ണ ബോധ്യമായിട്ടുണ്ട് എന്നെക്കൊണ്ട് ഒരിക്കലും ഒരു കളക്ടർ ആകാൻ പറ്റില്ല എന്ന്. അതൊരു ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കലാണ്. മറ്റുള്ളവരുടെ നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും ശബ്ദമുയർത്താനുള്ള ഒരു ഗഡ്സ് നമുക്ക് ഉണ്ടായേ പറ്റൂ. ഓവർ ഇമോഷണൽ ആകാതെ ഏത് പ്രശ്നത്തെയും നമ്മൾ അത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ പേഴ്സണലായി എടുക്കാതെ അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടി വരിക. ഇപ്പോൾ എനിക്ക് ഏകദേശം 28 വയസ്സുണ്ട്. അങ്ങനെയുള്ള ഞാൻ എന്നെ തന്നെ ഡിഫൈൻ ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പ്രൊഫഷന് ഫിറ്റ് അല്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു IAS ഓഫീസർക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് മറ്റുള്ളവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത്. എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങളെ പോലും ശരിയായ രീതിയിൽ നേരിടാനായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ഞാൻ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എന്നിൽ എപ്പോഴും മറ്റുള്ളവരുടെ ഒരു ദുഃഖം കണ്ടു കഴിഞ്ഞാൽ സിമ്പതി അല്ല വർക്കൗട്ട് ആവാറ്, എമ്പതിയാണ്. അതുകൊണ്ട് തന്നെ പല റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെയും വേണ്ട രീതിയിൽ നേരിടാനായിട്ട് എനിക്ക് പലപ്പോഴും പറ്റാറില്ല. ഇപ്പോൾ ഒരാളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതേ വിഷമത്തോടു കൂടി ഇരുന്ന് കരയുകയാണ് മിക്കപ്പോഴും ചെയ്യാറ്. ആ സമയത്ത് അവരെത്രത്തോളം തകരുന്നുവോ അതേപോലെ ഞാനും തകരാറാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാനിന്ന് എനിക്ക് ഇപ്പോൾ നല്ല ബോധ്യമുണ്ട്. എൻ്റെ അച്ഛൻ ചെറിയ രീതിയിലൊക്കെ ഒരു പൊളിറ്റിക്കൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ അച്ഛന് അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള എംപതറ്റിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറെ ഒരു ജനങ്ങളും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ എനിക്ക് വേണ്ടി നെയ്തുകൂട്ടിയ ആ സ്വപ്നം പൂർത്തീകരിച്ചു കൊടുക്കാത്തതിൽ എനിക്കൊരു സങ്കടവുമില്ല. എനിക്ക് ഒരുപാട് പ്രൗഡാണ് ഉള്ളത്. അതായത് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തു എന്നുള്ളതിൽ.